അദ്ദേഹത്തിന്റെ മകൾ നമ്മളെ വിളിച്ചിട്ട് ഒരുപാട് നന്ദി പറഞ്ഞു. അപ്പൊ നന്ദി കൂടിയപ്പോൾ ഞാൻ ചോദിച്ചു, സാധാരണ ഭക്ഷണമാണ്, ഒരു ഉച്ചയൂണാണ്, അതിന് ഇത്രയും നന്ദിയുടെ ആവശ്യമുണ്ടോ എന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, സാറേ നിങ്ങൾ ഊണ് വാങ്ങിച്ചു തന്ന ആ ദിവസങ്ങളിൽ അച്ഛന്റെ മുതുക് പൊട്ടാതിരിക്കാനിടേണ്ട ഓയിൻമെന്റ് വാങ്ങാനുള്ള പൈസ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടി. അതല്ലെങ്കിൽ ഞങ്ങൾ ഒരു ഓയിൻമെന്റ് വാങ്ങിച്ച് 4 ദിവസമായി ഞെക്കിപ്പിടിഞ്ഞാണ് ഞങ്ങൾ നിന്നത്. നിങ്ങൾ ഊണ് വാങ്ങി തന്ന ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഓയിൻമെന്റ് വാങ്ങിയുള്ള കാശിന് ഒരു ബുദ്ധിമുട്ട് ഉണ്ടായില്ല എന്ന് പറയുന്ന രീതിയിൽ ദാരിദ്ര്യം നമുക്കിടയിൽ ഉണ്ട്. ഞാൻ ഇടയ്ക്ക് ഒരാളുമായി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, എന്റെ കുട്ടിക്കാലമൊന്നും അത്ര കണ്ട് മനോഹരമല്ല, എനിക്ക് ഇന്നത്തെ പോലെയല്ല. സ്കൂള് തുറക്കുമ്പോഴും ഓണത്തിനും ക്രിസ്തുമസിനും മാത്രം വസ്ത്രം വാങ്ങിച്ചു തരുന്ന അവസ്ഥയാണ് എന്റെ വീട്ടിലുണ്ടായിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ എന്റെ വർത്തമാനം കേട്ടിരുന്ന സുഹൃത്ത് പറഞ്ഞു, അത് നിങ്ങൾ പറയുന്നത് ദാരിദ്ര്യമല്ല, നിങ്ങൾ സമ്പന്നതയിലാണ് ജീവിച്ചത്. അന്ന് ഏകദേശം കുട്ടികൾക്കും ഒരു ഉടുപ്പും ഒരു നിക്കറും മാത്രം എടുത്തു കൊടുക്കുന്ന കാലത്ത് നിങ്ങൾ 3 ഉടുപ്പും 3 നിക്കറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ദാരിദ്ര്യത്തിന്റെ ഒരു വല്ലാത്ത അവസ്ഥ. ആ അവസ്ഥ നമുക്ക് മനസ്സിലാവില്ല. കാരണം നമുക്ക് 3 നേരം ഭക്ഷണമുണ്ട്, അത്യാവശ്യത്തിന് വസ്ത്രമുണ്ട്, യാത്ര ചെയ്യുന്നുണ്ട്, ആഘോഷമുണ്ട്, സഞ്ചരിക്കാൻ വാഹനമുണ്ട്. ഇതൊന്നും ഒരു ജീവിതം കൊണ്ട് കൂട്ടിച്ചേർക്കാൻ പറ്റാത്ത, എത്ര കണ്ട് അധ്വാനിച്ചാലും തെളിഞ്ഞ് കത്താതെ മുനിഞ്ഞ് മാത്രം കത്തുന്ന കുറെ ജീവിതങ്ങൾ എപ്പോഴും നമുക്കിടയിലുണ്ട്. ആ ജീവിതങ്ങളെ ചേർത്ത് പിടിക്കുന്ന ജയ് ജനസേവാ ഫൗണ്ടേഷന്റെ ആത്മാർത്ഥമായ സസ്നേഹം 2025 പരിപാടിക്ക് എന്റെ എല്ലാവിധ മംഗളാശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടിയുടെ മുഖ്യ പ്രഭാഷണം ഞാൻ നടത്തിയതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, സ്നേഹം. ബഹുമാനികളെ, ജയ് ജനസേവാ ഫൗണ്ടേഷന്റെ സസ്നേഹം 2025 എന്ന പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ഉടൻ തന്നെ നമ്മുടെ ഉദ്ഘാടകനായിട്ടുള്ള മുനിസിപ്പൽ കൗൺസിലർ കൂടിയായ കെ ഷിബു ഇവിടെ എത്തിച്ചേരുന്നതാണ്. ബഹുമാനപ്പെട്ട നെയ്യാറ്റിൻകര MLA കെ ആൻസൺ അവർക്ക് അത്യാവശ്യമായി തിരുവനന്തപുരത്ത് ഒരു പരിപാടി ഉള്ളതിനാൽ അദ്ദേഹത്തെ അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിന് പകരമായിട്ടാണ് നെയ്യാറ്റിൻകര മുനിസിപ്പൽ കൗൺസിലർ കൂടിയായ കെ ഷിബു ഇവിടെ എത്തിച്ചത്. ആദരണീയരായിട്ടുള്ള ആളുകൾ, ആദരിക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നതിലേക്ക് വേണ്ടി ജയ് ജനസേവാ ഫൗണ്ടേഷന്റെ ജനറൽ സെക്രട്ടറിയായ ഇരുമ്പൽ രാജൻ അവരുടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. ആദ്യമായിട്ട് കാര്യപരിപാടികൾ ഈശ്വര പ്രാർത്ഥനയാണ്. ഈശ്വര പ്രാർത്ഥന പാടുന്നതിലേക്ക് വേണ്ടി എലിസബത്ത് അവരുടെ പ്രിയമുള്ളവരെ, ജയ് ജനസേവാ സസ്നേഹം 2025 പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന നമ്മുടെ സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി എക്സിക്യൂട്ടീവ് മെമ്പറായ ശ്രീ എലിസബത്ത് ചേച്ചി ഈശ്വര പ്രാർത്ഥന എടുക്കുന്നു. എല്ലാവരും മൊബൈല് സൈലന്റ് ആക്കി വയ്ക്കുക. വീഡിയോ എടുക്കുന്നവർക്ക് വീഡിയോ എടുക്കാം. സംസാരിക്കരുത്. പുലരുമ്പോൾ മുതൽ ഞങ്ങൾ കാണുന്നു എങ്ങും കലാവൈഭവം. പുലരുമ്പോൾ മുതൽ ഞങ്ങൾ കാണുന്നു എങ്ങും കലാവൈഭവം. ഇരുളുമ്പോൾ പോലും തേജോകോളങ്ങൾ നിൻവിരൽ തുമ്പിൽ തിരിയുന്നു. ഇരുൾ
തൊടുമ്പോൾ പോലും തേജോക്കോളങ്ങൾ എൻ വിരൽ തുമ്പിൽ തിരിയുന്നു. ദൈവമേ സച്ചിദാനന്ദ, ദൈവമേ ഭക്തവത്സല, ദൈവമേ നിൻ കൃപാവരം ഞങ്ങളിൽ